അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി സ്നേഹപൂർവ്വം 2024 പ്രതിഭാ സംഗമം നടത്തി. ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ കഴിവുകളെ വികസിപ്പിച്ച് സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ അത് തീർക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ എന്ന വാക്ക് തന്നെ വരുന്നത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്, എക്സ് ഡൂച്ചറെ. എക്സ് ഡൂച്ചറെ എന്ന വാക്കിനർത്ഥം ടു ടേക്ക് ഔട്ട്, ടു ബ്രിങ് ഔട്ട്. ഒരു വ്യക്തിയിലുള്ള കഴിവുകളെ പുറത്തെടുത്ത് അതിനെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം ഒരു ശുശ്രൂഷ മാത്രമല്ല, ഇന്ന് അതൊരു വ്യവസായമാണ്. വലിയ വലിയ കോർപ്പറേറ്റ്സ് വരെ വിദ്യാഭ്യാസത്തിന് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. സ്കൂൾ മാനേജർ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ അധ്യക്ഷനായി. സാഹചര്യങ്ങള് വായിച്ചെടുക്കുന്നവർക്ക് പത്രദ്വാര പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സമൂഹത്തില് ഇരുട്ട് വീഴുന്നു എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ പൂർണ്ണമായും ഇരുട്ടല്ല, ഇവിടെ ഹൃദയത്തിൽ വെട്ടം വീണവർ ധാരാളമുണ്ട് എന്നതിന്റെ അടയാളമായിട്ടാണ് വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്നും പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികള് തങ്ങളുടെ പൂർവ്വ അധ്യാപകരും തങ്ങളെ പഠിപ്പിച്ച് ഒരു വിധത്തിൽ അക്ഷരജ്ഞാനം പകർന്നു തന്ന അധ്യാപകരെ ബഹുമാനിക്കാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹൈബി ഈഡൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാരണം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജനിക്കാനും സഭയും സഭാവിശ്വാസികളും മാനേജ്മെന്റുകളും എല്ലാ മത മാനേജ്മെന്റുകളും കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ നല്ല സ്കൂളും, നമ്മുടെ പാരൻസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ് എന്നുള്ളത്. ഇന്നും അഭിനന്ദനായ പിതാവ് അടക്കമുള്ള ആളുകൾ ആ സേവനമനുഷ്ഠിക്കുന്ന സ്ഥലങ്ങളിൽ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും ജാതിയുടെ പേരിൽ, പിന്നോക്ക സമുദായത്തിൽ ജനിച്ചതിന്റെ പേരിൽ, ഒരു പെൺകുട്ടിയായി പോയതിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ അവകാശം നിഷേധിക്കപ്പെടുന്ന ഭരണഘടന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ പാർലമെന്റ് പ്രത്യേകം പാസാക്കിയ നിയമത്തിലൂടെ അവകാശം നൽകുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നിട്ടുള്ളത്. സിനി ആർട്ടിസ്റ്റ് സാജൻ പള്ളുരുത്തി പ്രസംഗിച്ചു. ഒരാളാണ് ഞാൻ. അധ്യാപനം എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. ജ്ഞാനം വിജ്ഞാനം പ്രജ്ഞാനം എന്ന് പറഞ്ഞതുപോലെ പഠിച്ച വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ്. പഠിപ്പിക്കും തോറും അറിവ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വളരെ ചുറുചുറുക്കോടുകൂടി ഈ പടിവാതിലുകൾ കടന്ന് ഇവിടേക്ക് വന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുത്ത അധ്യാപകരെ വീട്ടിൽ നിന്നും കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് അന്ന് സഹകരിച്ചവരെന്നുണ്ടായിരുന്നവരെ, അന്ന് കാണാൻ കഴിഞ്ഞ കുട്ടികളെ, അവരെല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ധന്യ മുഹൂർത്തങ്ങളിലൊന്നാണ്. പൂർവ്വ അധ്യാപക പ്രതിനിധി മുൻ ഹെഡ് മാസ്റ്റർ KK ജോർജ് ആദരവിൽ നന്ദി പറഞ്ഞു. 1982 ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, 30ഓളം വർഷങ്ങളായി. എന്നെ ഈ സ്ഥാപനം വളരെയേറെ വാഴ്ന്നു. ഇതൊക്കെ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇങ്ങനത്തെ ഒരു ഓഡിറ്റോറിയം തന്നെ. എല്ലാം നന്നായിട്ട് നടന്നു. ഇന്ന് നടന്ന പരിപാടികളും വളരെ വിജയകരമായിരുന്നു. ഇപ്പൊ നമ്മുടെ പൂർവ്വാധ്യാപകരാണ് അധികം കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ ആരെയും കാണാനില്ല.
കുറിച്ച് ഒരു വാക്ക് പറയാൻ നിവൃത്തിയില്ല. വളരെ കഠിനാധ്വാനിയായ കന്യാകുമാരി അച്ഛൻ ഞങ്ങളെ ഈ 100-120 സ്കൂളുകളെയൊക്കെ നന്നായിട്ട് കൊണ്ടും കൊടുത്തും അതിന് നേതൃത്വം വഹിച്ചും കൊണ്ടുപോകുന്നതിന് ഈ അവസരത്തിൽ ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പൂർവ്വ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുകയുണ്ടായി. കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് അങ്ങേരിമാലിൽ, ഫാദർ ജേക്കബ് മഞ്ഞളി, പ്രിൻസിപ്പൽ TJ സിജോ, ഹെഡ്മാസ്റ്റർ ജോജോ തോമസ്, OSA പ്രസിഡന്റ് MT ആന്റണി, CM ഷാജു, PD സെബി, ബബിത സുധീർ എന്നിവർ പങ്കെടുത്തു. കോമഡി ഉത്സവം ഫെയിം അബീഷ് ആന്റണിയുടെ കലാവിരുന്ന് നടന്നു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.